ഫ്രീ ആയി ചില കാര്യങ്ങൾ കിട്ടിയാൽ ആർക്കാണെങ്കിലും സന്തോഷം തോന്നാം. എന്നാൽ എനിക്ക് നല്ല ദേഷ്യമാണ് വന്നത്. ബാംഗ്ലൂരിലെ ഞങ്ങളുടെ ആദ്യ ദിവസം അല്പം വൈകിയാണ് എഴുന്നേറ്റത് തന്നെ. വെങ്കിട്ട് നീതു ഉറങ്ങിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ബാൽക്കണിയിലേക്ക് വന്നത് തന്നെ. ബാൽക്കണിയിൽ നിന്ന് കാഴ്ചകളും കണ്ടു നിൽക്കുമ്പോഴാണ് കർട്ടനും മാറ്റി വെങ്കിട്ട് വരുന്നത്. രണ്ടാളും എഴുന്നേറ്റിട്ടുണ്ട്. നീതു കിച്ചണിൽ കയറി വെങ്കിട്ടിന് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായി നേരെ റെസ്റ്റോറൻറ്റിലേക്ക്. 2 ദിവസത്തിന് റെന്റിനെടുത്ത ഫ്ലാറ്റിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ സാധനമെല്ലാം വാങ്ങിച്ച് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേനും ഉച്ചയെങ്കിലും ആകും. അതുമല്ല, ഞങ്ങൾ 2 ദിവസത്തേനാണ് ബംഗളൂരുവിൽ വന്നിട്ടുള്ളത്. ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം ഇനി പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. റെസ്റ്റോറൻറ്റിലെത്തി ഫുഡിന് ഓർഡർ നൽകി. ഒരു സെറ്റ് ഇഡലിയും ഉപ്പുമാവും, ഒരു പ്ലെയിൻ ദോശയും 2 മസാല ദോശയും വാങ്ങി. എല്ലാത്തിനും കൂടി 265 രൂപ മാത്രമാണ് ആയിട്ടുള്ളത്. വഴിയിൽ കണ്ട ഒരു പലചരക്ക് കടയിൽ കയറി അല്പം പഞ്ചസാരയും തേയിലപ്പൊടിയും ഒരു പാക്കറ്റ് പാലും വാങ്ങി. ചായ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലാറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. 1 BHKയിൽ നിന്നും 2 BHKയിലേക്ക്. പക്ഷേ ലൊക്കേഷൻ വേറെയാണ്. ഇനി ഇതെല്ലാം കൂടെ വാരിക്കെട്ടി അടുത്ത സ്ഥലത്തേക്ക് പോകണം. നാളെ ബംഗളൂരുവിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ ബാക്കി കിടപ്പുണ്ട്. അതിനിടയ്ക്ക് ഇനി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പാട് തന്നെയാണ്. ഫ്ലാറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടണ്ടായിരുന്നു. എല്ലാം വാരിക്കെട്ടി ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രകൾ തുടരുകയാണ്.